കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമല്ല എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വചനം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാണ്. ക്രൂശിന്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കയറിയ കർത്താവ് യേശു പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ ഒരേ ഒരാൾ യേശു മാത്രമാണ്. യേശു തന്റെ ജീവൻ നമുക്ക് വേണ്ടി പകുത്തു തരികയാണ് ചെയ്തത്. തന്റെ ജീവൻ മുഴുവനും നമുക്ക് വേണ്ടി പകർന്നു തന്ന കർത്താവ്, 1, സ്നേഹം നമ്മുടെ മേലേക്ക് ചൊരിഞ്ഞു തന്നു. 2, ത്യാഗം നമുക്ക് വേണ്ടി അവൻ സഹിച്ചു. 3, താഴ്മ ധരിച്ചുകൊണ്ട് അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. 5, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക്, പ്രത്യാശയുടെ ആഴങ്ങളിലേക്ക് നമ്മളെ അവൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇതാണ് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവന്റെ സ്നേഹം ഒന്ന് നുകരുവാൻ ഇന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം പാപിയായ എന്നെ പാപത്തിന്റെ ചേറ്റിൽ നിന്ന് എടുത്ത് ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാക്കി യേശു എന്നെ വേർതിരിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് തിരിച്ചറിയണം, യേശു എന്നെ ഇന്ന് വേർതിരിച്ചു. ആ വേർതിരിവിന്റെ കൃപയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി സഹിച്ച കർത്താവ് ഒരിക്കലും ഒരു പരാതിയില്ലാത്തവനായിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. എങ്ങനെയാ നശിച്ചു പോകാൻ ഇടവരുന്നത്? ഇത് വിശ്വസിക്കാത്തത് കൊണ്ട്. എനിക്ക് വേണ്ടി എന്റെ പാപം മോചിച്ച് ക്രൂശിൽ മരിച്ച യേശുവാണെന്ന് വിശ്വസിക്കാതിരിക്കുന്ന മനുഷ്യന്റെ എല്ലാ ജീവിതവും തകർന്ന് നാശത്തിലേക്ക് പോകാൻ ഇടവരും. എന്നാൽ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി ആത്മാവിലൂടെയാണ് നമുക്കിന്ന് പകരാൻ കഴിയുന്നത്. ആത്മാവിലൂടെ ഈ ശക്തി പകർന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മഹത്വം അനുഭവിക്കുവാൻ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഈ അനുഗ്രഹത്തിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.